കീഴാറ്റിങ്ങൽ ശ്രീ മുള്ളിയൻകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ മഹാമഹത്തിന് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുള്ളിയൻകാവിലമ്മ സഹായനിധി വിതരണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. മുള്ളിയൻകാവ് പ്രവാസി കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള മുള്ളിയൻകാവിലമ്മ സഹായനിധി വിതരണം മുടക്കം കൂടാതെ നടന്നുവരുന്നു. കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ 3, 4, 5, 6 വാർഡുകളിൽപ്പെട്ട 10 പേർക്കാണ് തിരുവുത്സവത്തിൻ്റെ ഒന്നാം ദിനത്തിൽ സഹായമേകിയത്. സമ്മേളന ഉദ്ഘാടനവും സഹായനിധി വിതരണവും KCB ചീഫ് വിജിലൻസ് ഓഫീസർ പ്രശാന്തൻ കാണി IPS നിർവഹിച്ചു. നമ്മുടെ എല്ലാം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള കൂട്ടുകാർ അവർ വിദേശ രാജ്യങ്ങളിൽ പോയി തൻ്റെ കുടുംബത്തിനോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും സുഖപ്രദമാക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ഈ പ്രദേശത്തെ നല്ല കൂട്ടുകാർ അവരുടെ ആ നാട്ടിൽ പോകുമ്പോഴും അവരവരുടെ ഉത്സവങ്ങൾ എല്ലാം തന്നെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ വരുന്ന അവരുടെ ഇഷ്ടദൈവത്തെ അമ്മയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ചെറിയ ഒരു തുക മിച്ചം വെച്ച് ഈ പ്രദേശത്ത് താമസിക്കുന്ന എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ജീവിത വൈഷമ്യങ്ങളുള്ള ഏതാനും പേര് സെലക്ട് ചെയ്തു ഈ അമ്മയുടെ തിരുവുത്സവത്തിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ അവരെ സഹായിക്കാൻ കാണിച്ച ആ വലിയ മനസ്സിന് നമ്മളെല്ലാവരും അവർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ക്ഷേത്രകാര്യ സമിതി പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പ്രദേശത്തെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മുള്ളിയൻകാവ് ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 ഉത്സവമാണ് വളരെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവത സപ്താഹം 25 വർഷം പിന്നിടുകയാണ്. അതിലേക്കൊക്കെ തന്നെ ഈ വർഷങ്ങളിലുള്ള ഈ ഇടവേള യാതൊരുവിധ മടുപ്പും കൂടാതെ എല്ലാ നാട്ടുകാരും ഒത്തൊരുമയോടുകൂടി അതിൽ പങ്കാളിയായി ക്ഷേത്രത്തിലേക്ക് സംഭാവനകൾ നൽകി അല്പസ്വല്പം മിച്ചവും നമുക്ക് ലഭിക്കാറുണ്ട്. എല്ലാ പ്രവർത്തകരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് വളരെ ഗംഭീരമായി ആണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ ഉത്സവം ഇന്ന് 2ാം ദിവസമാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ ഭംഗിയായും വളരെ മോടിയോടുകൂടിയും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ ട്രഷററാണ് അദ്ദേഹം, റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ്. അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. നേരത്തെ സംസാരിച്ചത് ഉത്സവ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഓരോ ചുമതല ഓരോരുത്തർക്ക് നൽകിയാണ് ഓരോ വർഷവും ഉത്സവവും സപ്താഹവും ഗംഭീരമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. മുള്ളിയൻകാവ് ഉത്സവത്തിൻ്റെ 1ാം ദിവസമായ ഇന്നലെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം നടക്കുകയും അതിൽ നമ്മൾ പ്രവാസി കമ്മിറ്റിയുടെ കീഴിലുള്ള അതിൽ 10 പാവപ്പെട്ടവർക്ക് ധനസഹായം കൊടുക്കുകയും അത് വലിയൊരു പുണ്യമായ ഒരു കർമ്മമാണ്. കാരണം ഇത്രയും വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രവാസി കമ്മിറ്റി ഇങ്ങനെ ഒരു ചികിത്സാ സഹായം 10 പേർക്ക് കൊടുക്കുന്ന ഈ ഒരു വലിയൊരു പരിപാടി ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് പാവപ്പെട്ടവർക്ക് അത് വലിയ അനുഗ്രഹമായി തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെക്രട്ടറി ജയകുമാർ, രാഷ്ട്രദീപിക റിപ്പോർട്ടർ സുരേഷ് ബാബു, ഉത്സവ കമ്മിറ്റി കൺവീനർ മനോജ്, ക്ഷേത്ര ട്രഷറർ ഗോപകുമാർ PS, പ്രവാസി കമ്മിറ്റി പ്രതിനിധികളായ സുനിൽ S. നായർ, ശബരിനാഥ്, കോർഡിനേറ്റർ ഗിരിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു.